തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നും റിപ്പോർട്ടർമാർ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നിർബൻ ചക്രവർത്തി തയ്യാറായിട്ടുണ്ട്. നിർബൻ, അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വരുന്ന 5 വർഷക്കാലം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ നയിക്കാനുള്ള പുതിയ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാവിലെ 10 മണിക്കാണ് ആരംഭിച്ചത്. എല്ലാ ജില്ലകളിലെയും ജില്ലാ പഞ്ചായത്ത്, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, തദ്ദേശ പഞ്ചായത്തുകൾ, ഏറ്റവും താഴെയുള്ള പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇവ ആണ് രാവിലെ 10 മണിക്ക് നടന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടം വഹിച്ചത്, നേതൃത്വം വഹിച്ചത് ജില്ലാ കളക്ടർമാരാണ്. ഒപ്പം തന്നെ കോർപ്പറേഷനിലും ഇതിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ജില്ലാ കളക്ടർമാരാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുകയാണ്. രാവിലെ ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലാ കളക്ടർ അനുകുമാരി ആദ്യം ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള BP മുരളിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം മുതിർന്ന അംഗമായിട്ടുള്ള BP മുരളിയാണ് മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ 28 അംഗങ്ങളാണ്. 28 അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. മാത്രമല്ല, അതിനുശേഷം ആദ്യ ഭരണസമിതി യോഗം ചേർന്ന ശേഷമാണ് പിരിഞ്ഞത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യത്തെ ഭരണസമിതി യോഗം ചേരും. അതിൽ അതാത് ഭരണാധികാരികൾ, അതാത് സ്ഥലത്തുള്ള ജില്ലാ പഞ്ചായത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി, ഒപ്പം തന്നെ നഗരസഭയാണെങ്കിൽ നഗരസഭയുടെ സെക്രട്ടറി, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നഗരസഭയുടെ അതാത് മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി, അവർ തന്നെ ഒരു റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കും. അത് പുതിയ നഗരസഭയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം 26, 27 തീയതികളിലാണ്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 27-നും, നഗരസഭ പ്രത്യേകിച്ച് മേയറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാൻ, ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് 26-നാണ്. അതിനുള്ള യോഗം കൂടി ചേർന്ന് തീരുമാനിച്ച ശേഷമാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പലയിടത്തും അവസാനിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞകൾ രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 11 മണിയോടുകൂടി എല്ലാ ജില്ലകളിലും പൂർത്തിയായിട്ടുണ്ട്. സിന്ധൂരി.